KSRTCയും സ്വകാര്യ ബസ്സുകളുമൊക്കെ പണിമുടക്കുന്നതിനിടയിൽ യാത്രക്കാർക്ക് ആശ്വാസമായി പോലീസ് ബസ്സുകൾ. തലസ്ഥാനത്ത് RCC മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് ആശ്രയമായാണ് പോലീസ് ബസ്സുകൾ നിരത്തിലിറങ്ങിയത്. സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. KSRTCയും സ്വകാര്യ ബസ്സും ഒക്കെ പണിമുടക്കിയ സാഹചര്യത്തിൽ ആശ്വാസമായി കേരള പോലീസ് തന്നെ ബസ് നിരത്തിലിറക്കിയിരിക്കുകയാണ്. യാത്രക്കാരെ കൊണ്ടുപോകാൻ കേരള പോലീസിന്റെ ബസ്സുകൾ തയ്യാറാണ് തലസ്ഥാനത്ത് എന്നുള്ളതാണ്. എവിടെ പോകാനായിരുന്നു? മെഡിക്കൽ കോളേജ്. പണിമുടക്കിന്റെ കാര്യം അറിയില്ല. ജോലിക്ക് വന്നത് അവര് ബസ് വിടുന്നുണ്ട്. മെഡിക്കൽ കോളേജില് ജോലി ചെയ്യുവാണോ? എമർജൻസി സർവീസ് നഗർ. ഞങ്ങള് മെഡിക്കൽ കോളേജിലേക്ക്. അതെ. ജോലി ചെയ്യാ? അല്ല, അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാ. വേറെ വണ്ടി ഒന്നും കണ്ടില്ല? അല്ല, ഇതുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ഉറപ്പായിരുന്നു മെഡിക്കൽ കോളേജിൽ പോകാനൊക്കെ എന്തായാലും സൗകര്യം ചെയ്യുന്നത് ഉറപ്പായിരുന്നു. എവിടെ പോകാനായിരുന്നു? മെഡിക്കൽ കോളേജ്. RCC മെഡിക്കൽ കോളേജ്. എവിടേക്കാ? മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന യാത്രക്കാരാണ് ഇതിൽ മുഴുവനുമുള്ളത്. RCC മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികൾക്കും യാത്രക്കാർക്കും വേണ്ടി പോലീസിന്റെ വാഹനം സജ്ജമാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് പോലീസിന്റെ വാഹനം ഇപ്പോൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ഡിപ്പോയിലടക്കം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് KSRTC ബസ്സുകളും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ഈ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. KSRTCയിൽ ഡയസ്നോൺ ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പണിമുടക്കിൽ തങ്ങൾ പങ്കെടുക്കുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ KSRTC ട്രേഡ് യൂണിയൻ ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. CITയും AITUCയും INTUCയും ഒക്കെ തന്നെ ഈ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണമായിട്ടും പണിമുടക്കിൽ തലസ്ഥാനം ഉൾപ്പെടെ സ്തംഭിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഓട്ടോറിക്ഷകളൊക്കെ തന്നെ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആശുപത്രികളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ആശ്വാസകരമായിട്ട് പോലീസിന്റെ വാഹനവും ഒക്കെ തന്നെ ഇവിടെ തയ്യാറാണ് എന്നുള്ളതാണ്. മറ്റ് ഈ KSRTC അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെയാണ് പൂർണ്ണമായിട്ടും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. അത്തരത്തിൽ വാഹനങ്ങളൊന്നും തന്നെ ഓടുന്നില്ല. അതിൽ പോകുന്ന KSRTCയിൽ ഉൾപ്പെടെ പോകുന്ന യാത്രക്കാർ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.